ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പം വീണ്ടും വയനാട് ചുരം കയറി വയനാട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നൊരു കിടിലൻ വീഡിയോസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളത് ബത്തേരി ബസ് സ്റ്റാൻഡിലാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു കാട്ടിലൂടെയുള്ള യാത്രയാണ്. വീണ്ടും നമ്മൾ വയനാട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഒരു കാട്ടിലൂടെ ഒരു യാത്ര. വെൽക്കം ബാക്ക് റോയി3 വീഡിയോസ്. കണ്ടോക്കാം. ഇതാണ് സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്നാണ് വയനാട്ടിലെ പല സ്ഥലത്തേക്കും ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡാണ് ബത്തേരി ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഇനി നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. എങ്ങോട്ടാണെന്നും ഏതാണെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒന്ന് ലൈക്ക് അടിച്ചു. ബത്തേരി ടൗണിലൂടെ നമ്മുടെ ബസ് പോവുകയാണ്. ടൗണിലെ കുറച്ച് കാഴ്ചകൾ ആദ്യം കാണാം. റോഡിൻ്റെ ഒരു വശം ഫോറസ്റ്റും ഒരു വശം ഗ്രാമവും. അതാണ് ഈ റോഡിൻ്റെ പ്രത്യേകത. ഒരുപാട് വീടുകൾ ഒരു വശത്തുണ്ടെങ്കിൽ ഒരു വശം ഫോറസ്റ്റാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും രണ്ട് വശവും നല്ല കിടിലം ഫോറസ്റ്റായി. ഇത് മുത്തങ്ങ റൂട്ടിലൂടെയുള്ള ആ കാടല്ലത്, ഇത് വേറൊരു റൂട്ടാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെ കാണാനായിട്ട് കഴിയും. അതിനായിട്ട് ഞാൻ ക്യാമറ ഫുൾ ഓണാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ കണ്ടാൽ അത് നിങ്ങളും കാണുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ഹൈപ്പടിച്ചോളൂ. ഈ കാടിനുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ ഈ കാടിനൊരു പ്രത്യേകത ഉണ്ട്. ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ടാവും കാടിനിടയ്ക്ക്. പിന്നെ ഈ ആദിവാസികളുടെ കുറേ കുടിലുകളൊക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയുള്ളൊരു റൂട്ടാണിത്. നിങ്ങൾക്ക് വേറെ സാധനം കാണിച്ചു തരാം. കണ്ടോ, ഒരു വീടിന് മുകളിൽ ഒരു പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കുറേ വീടുകളുണ്ട്. ഇത് അപ്പുറം ഫോറസ്റ്റാണ് കണ്ടില്ലേ. ഇതാണ് ഈ റോഡിൻ്റെ പ്രത്യേകത. കുറേ ഫോറസ്റ്റ്, പിന്നെ കുറേ വീടുകളൊക്കെ കാണാം.
ആരോ തീയിട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ, ഫുള്ളായിട്ട് കരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് ഈ യാത്രയിൽ കാണാനായിട്ട് കഴിയും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. വയനാട്ടിലെ ഫോറസ്റ്റിനുള്ളിലൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒന്ന് ബത്തേരിയിൽ നിന്നും മൈസൂർക്കുള്ള മുത്തങ്ങ ഫോറസ്റ്റ്, 2 മാനന്തവാടിയിൽ നിന്നും മൈസൂർക്ക് പോണ കാട്ടിക്കുളം ഫോറസ്റ്റ്, തോൽപ്പെട്ടി. അത് രണ്ടും അല്ലാതെ ഈ ഫോറസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, ഇത് ബത്തേരിയിൽ നിന്നും പുൽപ്പള്ളിയിലേക്കുള്ള ആ ഒരു റൂട്ടാണ്. കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, അധികം പേരും കാണാത്ത കാഴ്ചകളാണിത്. വയനാട്ടിൽ നിന്നും പുൽപ്പള്ളിയിലോട്ടുള്ള യാത്രയിലാണ് ഞാൻ. ഇനി നമ്മൾ നേരെ പുൽപ്പള്ളി ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് കഴിഞ്ഞാൽ പുൽപ്പള്ളി ടൗണിൻ്റെ വിവിധ സ്ഥലങ്ങളാണ്. ചിയമ്പണ്ട്, ചെതലയം, അതുപോലെ തന്നെ ഇരുളം, അതെല്ലാം കഴിഞ്ഞിട്ടാണ് പുൽപ്പള്ളി. അങ്ങനെ കാടൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനിയും ഇങ്ങനത്തെ ചെറിയ ചെറിയ ടൗണുകളാണ്. ആരും കാണാത്ത മനോഹരമായ കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ യാത്രയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചോളൂ, കൂടെ ഒന്ന് ഹൈപ്പും ചെയ്തു വെച്ചോളൂ. ഇനി നമ്മൾ പുൽപ്പള്ളി ടൗണിലെ കുറച്ച് കാഴ്ചകളൂടെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുൽപ്പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുൽപ്പള്ളി ടൗണിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൗണാണ് കേട്ടോ. പുൽപ്പള്ളിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഒരു കാലത്ത് വയനാടിൻ്റെ ദുബായ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഈ പുൽപ്പള്ളി. നമ്മളങ്ങനെ യാത്ര ചെയ്ത് പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇവിടെ കുരുമുളകും കാപ്പിയൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പം സാധാരണ പോലെയായി. ഇതാണ് പുൽപ്പള്ളി ബസ് സ്റ്റാൻഡ്. നമ്മളങ്ങനെ ഇപ്പം പുൽപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ പുൽപ്പള്ളിയിൽ നിന്നൊരു കല്യാണ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ ഒരു കസിൻ്റെ കല്യാണമാണ്. ഞാൻ അതിനായിട്ടാണ് വന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സീതാദേവി ലവകുശ ക്ഷേത്രം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അങ്ങോട്ടുള്ള വഴിയാണത്. ക്ഷേത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഓട്ടോക്കാരൊക്കെ കഴുത്തറപ്പൻ ചാർജാണ്. 2 കിലോമീറ്റർ ഓടിയിട്ട് 2 കിലോമീറ്റർ കഷ്ടി ഓടിയപ്പോഴത്തേക്കും 60 രൂപയാണ്. ആ കാണുന്നതാണ് ലവകുശ ക്ഷേത്രം.
പുൽപ്പള്ളിയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. വയനാട്ടിലെ മറ്റൊരു കിടിലൻ കാഴ്ചയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ വീണ്ടും പുൽപ്പള്ളിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ബൈ ബൈ.